ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ആ ബാൽക്കണിയിലോട്ടൊന്ന് പോയി നിന്ന് അവിടുത്തെ വ്യൂ മൊത്തം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട്, ക്യാമറ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈലാണ് കേട്ടോ, മൊബൈലിൻ്റെ ക്യാമറയാണേ. അപ്പോൾ ക്യാമറയിൽ ഒന്ന് ഒപ്പിയെടുത്തു കേട്ടോ. നോക്കി ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നത്. അങ്ങനെ അവിടെ താഴെ നമ്മൾ നേരെ നിൽക്കുന്നതിന് താഴെയായിട്ടൊരു കെട്ടിടം പൊളിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ സിറ്റി സെൻറ്ററിലോട്ട് പോയത് നമ്മുടെ കുഞ്ഞുമോൻ്റെ ഒരു പരിപാടി കാണിച്ചു കേട്ടോ. ഒരു ട്രയൽ റൂമിനകത്ത് കയറിയിട്ട് ലോക്ക് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിനകത്തുനിന്ന് ഇറക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ മൊത്തം. കുഞ്ഞ് സ്മോൾ 2 years. പേടിച്ച് നിൽക്കുക, വേണ്ടി നിൽക്കുക. തെറ്റ് സംഭവിച്ച ഒരു വണ്ടി എടുത്ത് കാണിച്ചു ഇതിന്റെ അടി കൂടി ഇറങ്ങി വരാൻ പറ്റുമോ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പൊ എന്തി പറഞ്ഞേ? അവനൊന്നും അറിഞ്ഞില്ല. അവനെ വിളിച്ചോ, ഇതിനകത്ത് കുറ്റിയിട്ട്, ഇതിനുള്ളിൽ കുറ്റിയിട്ടിരിക്കുക. തുറന്നെ കുഞ്ഞു ലോക്ക് വന്നേ. ലെഫ്റ്റ് തിരിച്ചു തുറക്ക്. ലോക്ക് ഞാൻ അപ്പു കയറാൻ അവരോട് പറ. ഇതെവിടെ തുറന്ന് ഇത് വല്ലത് കയറി കുറ്റിട്ടത്. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ ഇവിടെ കരാമ സെൻറ്ററിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ അവിടെയാണല്ലോ ഗോൾഡുകളൊക്കെ ഉള്ളത്. നോക്കി ഒരു ചേച്ചി ഗോൾഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നമ്മളുടെ മറ്റേ ഇതൊക്കെ ഇടുന്നു, 2 piece ഒക്കെ ഇടുന്ന പോലെ ഗോൾഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഗോൾഡൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ കേട്ടോ. നമുക്കിങ്ങനെ നോക്കിയൊക്കെ നിൽക്കാം കേട്ടോ. ആരും ഒന്നും പറയുമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലായിടത്തും അകത്തോട്ട് കയറ്റി പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതല്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കാം, അഭിപ്രായം പറയാം, കയറി കാണാം. നമ്മളുടെ ഇവിടെ മറ്റേ നമ്മൾ ഷോപ്പിലൊക്കെ അല്ല, അതായത് ഡ്രസ്സിന് മേടിക്കാൻ ഷോപ്പിലൊക്കെ കയറില്ല, അതേപോലെ തന്നെ സ്വർണ്ണക്കടയിൽ കയറിയിട്ട് നമുക്ക് കാണാം, നോക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ അവിടുത്തെ ഓരോ ജ്വല്ലറിയിലുവേ. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം എടുത്തിങ്ങനെ ഓരോ ആൾക്കാർ നമ്മളെ വിളിക്കുക. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ നമ്മളിങ്ങോട്ട് നിൽക്കൂലേ, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് വിളിക്കൂല, അതേപോലെ നമ്മളിങ്ങനെ വിളിക്കുക, വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുവാണ് കേട്ടോ. നമ്മളിങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരാണ് കേട്ടോ. നമ്മളിതെല്ലാം കണ്ട് എൻ്റെ ഇതെല്ലാം സ്വർണ്ണമെല്ലാം കണ്ടപ്പോൾ എൻ്റെ കിളിയെല്ലാം മൊത്തം പോയി. നമുക്കിങ്ങനെ ആക്രാന്തം പിടിച്ച് നോക്കാനും പറ്റൂല, എന്നാൽ നോക്കുകയും വേണം, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. ഉണ്ടോ അതങ്ങനെ ഇവിടുത്തെ സ്വർണ്ണം കാണാൻ. അതെ കറങ്ങുന്ന വെള്ളം. ഫോട്ടോ എടുത്താൽ കുഴപ്പമില്ല ഇവിടെ അല്ലേ? വീഡിയോ ഒന്നും എടുത്താൽ പ്രശ്നമില്ല. കൂടി ഞങ്ങളിങ്ങനെ നടക്കുവാണ്. സ്വർണ്ണങ്ങളെല്ലാം കണ്ട് ഇതൊക്കെ എന്ത് സ്വർണ്ണമല്ലേ? ഇവിടുത്തെ ഗോൾഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ കൂടെ ഉള്ളത്. നല്ല പണികളും വർക്കുകളും ഒക്കെ ഉള്ള ഒരുപാട് ഗോൾഡുകളുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. നല്ല ഫിനിഷിങ് വർക്കുകളൊക്കെ ആയിട്ടുള്ള ഗോൾഡുകളാണ് കേട്ടോ കൂടുതലും. നമ്മൾ അവസാനം മീന എന്ന് പറയുന്ന ഒരു ജ്വല്ലറി കയറി കേട്ടോ. പിന്നെ അവിടുന്ന് കയറിയ പോലെ തന്നെ ഇറങ്ങി പോകുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ രാത്രിയായി കേട്ടോ.
അങ്ങോട്ട് എനിക്ക് പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ തുണികളൊക്കെ വാഷ് ചെയ്ത് വിരിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ രാത്രിയിലത്തെ വ്യൂവും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഉറക്കമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇവരെയും കൊണ്ട് ഈ ബാൽക്കണിയിലോട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലത്തെ വ്യൂവും കേട്ടോ. നോക്കിയേ കാറുകളൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ പേടിയാവുമേ, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ രാത്രിയിൽ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് രസമാണ് കേട്ടോ. ഈ ഫ്ലാറ്റിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നല്ലോ, പക്ഷേ ഇവിടെ പോയി ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിച്ചിട്ട് എനിക്ക് എന്തോ ഫ്ലാറ്റിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതൊന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസിലെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.